ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് S1 മാത്തമാറ്റിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ മെട്രിക്സ് ആണ്. അപ്പോൾ എന്താണ് മെട്രിക്സ് എന്ന് പറയുന്നത്? മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റെക്റ്റാങ്കുലർ അറേ ഓഫ് എലമെൻറ്റ്സ് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ കുറേ എലമെൻറ്റ്സിനെ എടുത്തിട്ട് ഒരു റെക്റ്റാങ്കുലർ ബോക്സിനകത്ത് അറേഞ്ച് ചെയ്തിരിക്കുമ്പോൾ അതിനെയാണ് നമ്മൾ എന്തു പറയുന്നത്? മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ എലമെൻറ്റ്സിനെ തന്നെ നമുക്ക് വേറൊരു പേരും പറയാം, എൻട്രീസ് എന്നും പറയാം. എന്താണ്? എലമെൻറ്റ്സിനെ തന്നെ നമുക്ക് വേറൊരു പേരും പറയാം, എൻട്രീസ് എന്നും പറയാം. ഇനി നമ്മൾ എഴുതുമ്പോൾ മെട്രിക്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ട ഒരു കാര്യമാണ് മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എലമെൻറ്റ്സിനെ ഇവിടെ റെക്റ്റാങ്കുലർ ബോക്സിനകത്ത് അറേഞ്ച് ചെയ്യുമ്പോൾ അവിടെ റോയും ഉണ്ടായിരിക്കും, കോളമും ഉണ്ടായിരിക്കും. റോയും കോളം, ഇവിടെ നമുക്ക് റോസും കോളംസും എന്ന് പറയാം. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള എലമെൻറ്റ്സിനെ 2 റോയിലായിട്ടും 3 കോളത്തിലായിട്ടും അറേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ 3 കോളത്തിലായിട്ടും 2 റോയിലായിട്ടും അറേഞ്ച് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. അത് നമ്മൾ നോർമലി എഴുതുന്നത് m×n എന്നാണ്. ഓക്കെ, മെട്രിക്സിൻ്റെ ഓർഡർ നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? m×n. പക്ഷേ വായിക്കുന്നത് m/n എന്നാണ്. വായിക്കുന്നത് എന്താണ്? m/n. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു റെക്റ്റാങ്കുലർ അറേ ഓഫ് എലമെൻറ്റ്സിനെയാണ് നമ്മൾ മെട്രിക്സ് എന്ന് പറഞ്ഞത്. എന്തുകൊണ്ടാണ് റെക്റ്റാങ്കുലർ അറേ എന്ന് പറയുന്നത്? കാരണം റോയും കോളവും എപ്പോഴും ഈക്വൽ ആവണം എന്നില്ല, അല്ലേ? ഇപ്പോൾ എം ആണ് നമ്മൾ റോസ് ഡിനോട്ട് ചെയ്യുന്നത്, എന്നാണ് കോളംസ് ഡിനോട്ട് ചെയ്യുന്നത്. എമ്മും എന്നും ഈക്വൽ ആകുകയാണെങ്കിൽ അതെന്തായിട്ട് മാറും? റെക്റ്റാങ്കിളിന് പകരം സ്ക്വയർ ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ എല്ലാ കേസിലും എമ്മും എന്നും എന്താവണമെന്നില്ല, അതായത് റോയും കോളവും എന്താവണമെന്നില്ല? ഈക്വൽ ആവണമെന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ എന്തു പറയുന്നത്? റെക്റ്റാങ്കുലർ അറേ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കൊരു മെട്രിക്സിൻ്റെ ഓർഡർ 2/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? നമുക്ക് 2 റോസ് ഉണ്ടാവും. എപ്പോഴും നമ്മൾ ഫസ്റ്റ് എന്താ പറയുന്നത്? റോയാണ് പറയുന്നത്. സെക്കൻഡ് ആണ് എന്ത് പറയുന്നത്? എത്ര കോളം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇത്രയും ഓർഡർ വരെ ഉള്ളത് പറഞ്ഞു. നമുക്ക് ഒരു മെട്രിക്സിനെ ജനറലായിട്ട് AIJ എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യാം. AIJ, അതായത് ഞാനിപ്പോൾ ഇവിടെ ഒരു 2/2 മെട്രിക്സ് എഴുതുവാണ്. 2/2 മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? 2 റോയും ഉണ്ടാവും, 2 കോളവും ഉണ്ടാവും. ഇപ്പോൾ 2/2 മെട്രിക്സ് എന്ന് പറഞ്ഞാൽ A11, A12, A21, A22. ഇതിൻ്റെ മീനിങ് എന്താ? ഈ A11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് മീൻ ചെയ്യുന്നത്? A11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളത്തിലെ എലമെൻറ്റ്. A12 എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളത്തിലെ എലമെൻറ്റ്. A21 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് കോളത്തിലെ എലമെൻറ്റ്. A22 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് റോയിലെ സെക്കൻഡ് കോളത്തിൻ്റെ എലമെൻറ്റ്. അതായത് നമ്മൾ റോ എപ്പോഴും ഹൊറിസോണ്ടലി ആയിരിക്കും നോക്കുന്നത്, കോളം എപ്പോഴും വെർട്ടിക്കലി ആയിരിക്കും നോക്കുന്നത്. അപ്പോൾ ഈ A11, A12, A21, A22 ഇതിനെയാണ് നമ്മൾ ജനറലായിട്ട് എങ്ങനെ ഡിനോട്ട് ചെയ്തത്? AIJ. അതായത് I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തു പറയാം? എലമെൻറ്റ്സ് ഇൻ റോ. J എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തു പറയാം? എലമെൻറ്റ്സ് ഇൻ കോളം. ഓക്കെ, ഇപ്പോൾ ഇതൊരു 2/2 മെട്രിക്സ് ആയതുകൊണ്ടാണ് നമുക്ക് എന്ത് വന്നത്? 2 റോയും 2 കോളവും വന്നത്. എപ്പോഴും 2/2 തന്നെ വരണമെന്നില്ല. ഇപ്പോൾ 3/3 മെട്രിക്സ് ആണെങ്കിൽ എങ്ങനെയാവും എലമെൻറ്റ്സ്? A11, A12, A13, A21, A22, A23. അടുത്തത് തേർഡ് റോ ആകുമ്പം A31, 32, 33. ഇപ്പം ഇതൊരു 3/3 മെട്രിക്സ് ആണ്. അതായത് 3 റോയും ഉണ്ട്, 3 കോളവും ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഒരു മെട്രിക്സ് എഴുതുമ്പോൾ ആ മെട്രിക്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞു? ആ മെട്രിക്സിൻ്റെ
ഓർഡർ എന്നാണെന്ന് പറഞ്ഞു അല്ലേ. ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ എഴുതുന്ന മെട്രിക്സിനകത്ത് അല്ലെങ്കിൽ ആ റെക്റ്റാങ്കുലർ അറേക്കകത്ത് എത്ര റോ ഉണ്ട്, എത്ര കോളം ഉണ്ട് എന്ന് പറയുന്നതാണ് ഒരു മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, നമുക്കിപ്പോൾ മെട്രിക്സിലെ എലമെൻറ്റ്സ് A11, A12, A13, A21, A22, A23, A31, 32, 33 എന്താണ്? ഇവിടെ ഒരു 3x3 മെട്രിക്സ് ആണ് കൺസിഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ 3x3 മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മീനിങ് എന്താണ്? 3 റോയും ഉണ്ട്, 3 കോളവും ഉണ്ട് അല്ലേ. ഇനി ഇതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യം ഡയഗണൽ എലമെൻറ്റ്സ്. ഒരു മെട്രിക്സ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് എന്താണെന്ന് നോക്കണം. ഈ ഡയഗണൽ എലമെൻറ്റ്സിൽ തന്നെ നമുക്ക് 2 ഡയഗണൽ എലമെൻറ്റ്സ് ഉണ്ട്. ഒന്നാമത്തത് മെയിൻ ഡയഗണൽ എലമെൻറ്റ്സ്. ഒന്നാമത്തത് എന്താണ്? മെയിൻ ഡയഗണൽ എലമെൻറ്റ്സ്. രണ്ടാമത്തത് ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ്. അപ്പോൾ ഒരു മെട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ ആ മെട്രിക്സിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ നമുക്ക് 2 ടൈപ്പ് ഡയഗണൽ എലമെൻറ്റ്സ് ആണ് വരുന്നത് അല്ലേ. ഏതൊക്കെയാണ്? മെയിൻ ഡയഗണൽ എലമെൻറ്റ്സും ഓഫ് ഡയഗണൽ എലമെൻറ്റ്സും. അപ്പോൾ മെയിൻ ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ മെയിൻ ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇതാണ് ഇത് A11, A22, A33 ഇതാണ് നമ്മുടെ മെയിൻ ഡയഗണൽ എലമെൻറ്റ്സ്. അപ്പോൾ ഓഫ് ഡയഗണലോ ഇതാണ് നമ്മുടെ ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ഡയഗണൽ എലമെൻറ്റ്സ് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് മെയിൻ ഡയഗണൽ എലമെൻറ്റ്സും വരുന്നുണ്ട്, ഓഫ് ഡയഗണൽ എലമെൻറ്റ്സും വരുന്നുണ്ട്. ഏതൊക്കെയാണ് മെയിൻ ഡയഗണൽ എലമെൻറ്റ്സ്? ഇവിടെ A11, A22, A33. ഓഫ് ഡയഗണൽ ആകുമ്പോഴോ A13, A22, A31. ഓക്കെ, അടുത്ത രണ്ടാമത്തെ കാര്യം ട്രയാങ്കുലർ മെട്രിക്സ്. നമ്മൾ +2 പഠിച്ച സമയത്ത് മെട്രിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെട്രിക്സസ് പഠിച്ചിട്ടുണ്ട് അല്ലേ. സ്ക്വയർ മെട്രിക്സ് ഉണ്ട്, റോ മെട്രിക്സ് ഉണ്ട്, കോളം മെട്രിക്സ് ഉണ്ട്, ഐഡൻറ്റിറ്റി മെട്രിക്സ് ഉണ്ട്, ട്രയാങ്കുലർ മെട്രിക്സ് ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ ട്രയാങ്കുലർ മെട്രിക്സ് ആണ് വേണ്ടത്. അപ്പോൾ ട്രയാങ്കുലർ മെട്രിക്സ് തന്നെ 2 ടൈപ്പായിട്ടുണ്ട്, അപ്പർ ട്രയാങ്കുലർ മെട്രിക്സും ലോവർ ട്രയാങ്കുലർ മെട്രിക്സും. നമ്മൾ ഡയഗണൽ എലമെൻറ്റ്സ് പറഞ്ഞപ്പോൾ എന്തൊക്കെ പറഞ്ഞു? നമുക്ക് ഡയഗണൽ എലമെൻറ്റ്സ് മെയിൻ ഡയഗണലും ഉണ്ട്, ഓഫ് ഡയഗണലും ഉണ്ട്. അതുപോലെ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിൻ്റെ കേസിൽ നമുക്ക് ട്രയാങ്കുലർ മെട്രിക്സിൻ്റെ കേസിൽ നമുക്ക് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സും ഉണ്ട്, ലോവർ ട്രയാങ്കുലർ മെട്രിക്സും ഉണ്ട്. അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ മെയിൻ ഡയഗണൽ എലമെൻറ്റ്സും ഉണ്ട്, ഓഫ് ഡയഗണൽ എലമെൻറ്റ്സും ഉണ്ട് അല്ലേ. ഇപ്പോൾ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് കൺസിഡർ ചെയ്യുമ്പോൾ നോക്കിക്കേ, A11, A12, A13. അടുത്ത ഇവിടുത്തെ എലമെൻറ്റ് 0 ആയിരിക്കും. അടുത്ത A22, A23, 0, 0, A33. അപ്പോൾ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മുടെ മെയിൻ ഡയഗണൽ എലമെൻറ്റ്സ് ഏതൊക്കെയാണോ ആ മെയിൻ ഡയഗണൽ എലമെൻറ്റ്സിന് താഴോട്ടുള്ള വാല്യൂസ് 0 ആവുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന മെട്രിക്സ് ആണ് എന്ത്? അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ മെയിൻ ഡയഗണൽ എലമെൻറ്റ്സിന് താഴോട്ടുള്ള വാല്യൂസ് 0 ആകുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ മെയിൻ ഡയഗണൽ എലമെൻറ്റ്സിന് മേലോട്ടുള്ള വാല്യൂ 0 ആകുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? നമുക്ക് ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഡയഗണൽ എലമെൻറ്റ്സിൻ്റെ കാര്യം പറഞ്ഞു. ഡയഗണൽ എലമെൻറ്റ്സിൽ നമുക്ക് മെയിൻ ഡയഗണലും ഉണ്ട്, ഓഫ് ഡയഗണലും ഉണ്ട്. ട്രയാങ്കുലർ മെട്രിക്സ് ആകുമ്പോൾ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സും ഉണ്ട്, ലോവർ ട്രയാങ്കുലർ മെട്രിക്സും ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ 2 കാര്യത്തിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മെയിൻ ഡയഗണൽ എലമെൻറ്റ്സും ട്രയാങ്കുലർ മെട്രിക്സിൽ നമ്മുടെ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സുമാണ്. ഓക്കെ, ഇനി മൂന്നാമതായിട്ട് പറയാനുള്ളത് നമ്മുടെ എലമെൻ്ററി ഓപ്പറേഷൻസ്.
ഇതും നമ്മൾ +2 പഠിച്ചത് തന്നെയാണ്. നമുക്ക് റോ ഓപ്പറേഷനും ഉണ്ട്, കോളം ഓപ്പറേഷനും ഉണ്ട്. ഓക്കെ, റോ ഓപ്പറേഷനും ഉണ്ട്, കോളം ഓപ്പറേഷനും ഉണ്ട്. അപ്പോൾ ഈ ഡയഗണൽ എലമെൻസിൻ്റെ കാര്യം പറഞ്ഞതുപോലെയും ട്രയാങ്കുലർ മെട്രിക്സിൻ്റെ കാര്യം പറഞ്ഞതുപോലെയും നമ്മുടെ എലമെൻ്ററി ഓപ്പറേഷനിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓപ്പറേഷനാണ് റോ ഓപ്പറേഷൻ. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യം മാത്രമാണ് നമ്മൾ ഇവിടെ S1 ഫസ്റ്റ് ചാപ്റ്ററായ മെട്രിക്സിൽ നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിന് മെട്രിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് വരുമ്പോൾ കുറച്ച് ടോപ്പിക്സിൽ എന്തൊക്കെ കൺസിഡർ ചെയ്താൽ മതി? മെയിൻ ഡയഗണൽ എലമെൻറ്റ്സ്, അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ്, അതുപോലെ തന്നെ എലമെൻ്ററി ഓപ്പറേഷനിൽ റോ ഓപ്പറേഷൻ മാത്രം.